السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 136-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, നമുക്ക് ഭക്ഷണം തന്നതിന് സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഈ ഒരു പരിപാടി ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون. وذر الذين اتخذوا دينهم لعبا ولهوا وغرتهم الحياة الدنيا وذكر به أن تبصل نفس بما كسبت ليس لها من دون الله ولي ولا شفيع ولا شفيع وإن تعدل كل عدل لا يؤخذ منها أولئك الذين أبصروا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. قل أندعو من دون الله ما لا ينفعنا ولا يضرنا ونرد على أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون وهو الذي خلق السماوات والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك يوم ينفخ في الصور عالم الغيب والشهادة وهو الحكيم الخبير. صدق الله العلي العظيم. അൻആം സൂറയിലെ 69 മുതൽ 73 വരെയുള്ള 5 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ ജുസ്ഇൽ 136-ാമത്തെ പേജ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചിരുന്നത് പരിശുദ്ധമായ ദീനിനെയും വിശുദ്ധ ഖുർആനിനെയും അള്ളാഹുവിന്റെ ആയാത്തുകളെയും വിമർശിക്കുന്നവരോടൊപ്പം ഒന്നിച്ചിരിക്കരുത്, അവരുടെ കൂടെ ആ സദസ്സിലിരിക്കരുത് എന്നാണ്. ഇനി പറയുന്നത് സത്യവിശ്വാസികൾ ഇക്കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്നാണ്. അങ്ങനെ ചെയ്താൽ ആ അക്രമികളുടെ ചെയ്തികൾക്ക് ഒരു ഉത്തരവാദികളല്ല, അവരുടെ വിചാരണ അള്ളാഹു നടത്തിക്കൊള്ളും. ശരി, പക്ഷേ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് എന്താ? അത്തരം കൃത്യങ്ങളിൽ ഭാഗവാക്കാകാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. പക്ഷെ അവർക്കൊരു കടമയുണ്ട്. ആ കടമ അള്ളാഹു തആല നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ആ കടമ? അത്തരം പണി ചെയ്യുന്ന ആളുകളെ നമ്മൾ ഈ കാര്യം ഓർമ്മിപ്പിക്കണം, ഉപദേശിക്കണം. അങ്ങനെ ചെയ്യരുത് എന്നവരോട് പറയണം. അത് ഓരോരുത്തരുടെയും സാഹചര്യവും കഴിവുമനുസരിച്ച് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ആ സദസ്സിൽ നിന്ന് അവിടെ കൂടെ ഇരിക്കരുത് എന്ന് മാത്രമല്ല, അവരോട് ആ വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ഉപദേശിക്കുക കൂടി ചെയ്യണമെന്ന് കൂടെ അല്ലാഹു തആല പറയുന്നു. അവർ ചെയ്യുന്നൊരു ഉത്തരവാദിത്തം നിങ്ങൾക്കില്ല, ശരി തന്നെ. അവരെ വിചാരണ അല്ലാഹു തആല നോക്കിക്കൊള്ളും, അവരാണ് അതിന്റെ ഉത്തരവാദികൾ. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് അത് ഉപദേശിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അലല്ലദീന യത്തഖൂന മിൻ ഹിസാബിഹിം മിൻ ശൈഇ വലാകിൻ ദിക്റ ലഅല്ലഹും യത്തഖൂൻ.
ആ അക്രമികളുടെ കണക്ക് പരിശോധിക്കേണ്ട യാതൊരു ബാധ്യതയും മുത്തഖീങ്ങളായവർക്കില്ല. വമാ അലല്ലദീന യത്തഖൂന, മുത്തഖീങ്ങളായ സത്യവിശ്വാസികളായ പടച്ചവനെ പേടിക്കുന്ന ആളുകൾക്കില്ല മിൻ ഹിസാബിഹിം, അത്തരം പരിഹാസങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം വിമർശിക്കുന്ന ആളുകളുടെ അവരെ പരിശോധിക്കേണ്ട അല്ലെങ്കിൽ അവരെ വിചാരണ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം മുത്തഖീങ്ങൾക്കില്ല. മിൻ ഷൈഇൻ, ഒരു നിലക്കും. വമാ അലല്ലദീന യത്തഖൂന മിൻ ഹിസാബിഹിം മിൻ ഷൈഇൻ, ആ അക്രമികളായ ആളുകളുടെ, ആ പരിഹസിക്കുന്ന ആളുകളുടെ, ളാലിമീങ്ങൾ എന്നാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്തരം ആളുകളുടെ കണക്ക് പരിശോധിക്കേണ്ട, അവരെ വിചാരണ ചെയ്യേണ്ട അല്ലെങ്കിൽ അവരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയും മുത്തഖീങ്ങൾക്കില്ല. പിന്നെ മുത്തഖീങ്ങൾക്ക് ഒരു ബാധ്യതയുണ്ട്. അതെന്താ? അതാണ് ഇനി പറയാൻ പോകുന്നത്. വലാകിൻ, പക്ഷേ ദിക്റ, അവരെ ഓർമ്മപ്പെടുത്തണം. ആ ഒരു ബാധ്യത അവർക്കുണ്ട്. അവരുടെ ചെയ്തികൾക്ക് അക്കൗണ്ടബിൾ ആവേണ്ട ഉത്തരവാദിത്വം ഉപയോഗിക്കില്ല. പക്ഷേ വലാകിൻ, പക്ഷേ ദിക്റ, ആ അക്രമികളെ ഓർമ്മപ്പെടുത്തുക എന്നൊരു ബാധ്യത അവർക്കുണ്ട്. ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷിക്കുന്നവരായാക്കാമല്ലോ. ആ ഉപദേശം കേട്ട് അങ്ങനെ അവർ നന്നായാലോ, അതുകൊണ്ട് അവരെ ഉപദേശിക്കണം എന്നത് അവരുടെ ഉത്തരവാദിത്വമാണ്. മുത്തഖീങ്ങൾക്ക് അവരുടെ എന്ന് പറഞ്ഞാൽ ആ അക്രമികളുടെ കുറ്റങ്ങളിൽ നിന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല, അല്ലെങ്കിൽ അവരുടെ കണക്ക്, അവരുടെ വിചാരണ, അവരെ വിചാരണ ചെയ്യേണ്ട, അവരുടെ കണക്ക് പരിശോധിക്കുന്ന ബാധ്യത അവർക്കില്ല. വലാകിൻ ദിക്റ ലഅല്ലഹും യത്തഖൂൻ, എഴുന്നേറ്റ് പോരുക എന്നതിനപ്പുറം അവരെ ഉപദേശിക്കാൻ ശ്രമിക്കണം. ഞാനൊന്നും കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ ആ എഴുന്നേറ്റ് പോരൽ തന്നെ ഒരുതരം ഉപദേശമാണല്ലോ. അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ തന്നെ സംഘാടകർക്ക് കാര്യം മനസ്സിലാവും, നമ്മൾ ചെയ്യുന്ന പണി ശരിയല്ല, അതുകൊണ്ടാണ് അത് എഴുന്നേറ്റ് പോയത് എന്ന്. അപ്പൊ ഓരോരുത്തർക്കും എങ്ങനെയാണ് കഴിയുന്നത് ആ നിലക്ക് അവരെ ഓർമ്മപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ, ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ മനസ്സുകൊണ്ട് വെറുത്തിട്ടാണെങ്കിലും അങ്ങനെ അള്ളാഹുവിന്റെ ആയാത്തുകളെ പരിഹസിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. ഇതേ വിഷയം നമ്മൾ സൂറത്തുൻ നിസായിലെ 140 പഠിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ അള്ളാഹു തആല പറയുന്നത്, നിങ്ങൾ അങ്ങനെ അവരുടെ കൂടെ ഇരുന്നാൽ ഇന്നക്കും ഇദം മിസ്ലുഹും എന്നാണ്. നമ്മൾ ആ വിഷയം അവിടെ സൂറത്തുൻ നിസായിലെ 140 പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ വിഷയം വളരെ അരക്കെട്ടുറപ്പിക്കാൻ അവിടെ അള്ളാഹു തആല ചെയ്യുന്നത്, ഇന്നക്കും ഇദം മിസ്ലുഹും, നിങ്ങൾ അവരോട് കൂടെ ഇരുന്നാൽ നിങ്ങൾ അവരെ പോലെയാണ്. ഈ രണ്ട് ആയത്തുകൾ ഊന്നി പറഞ്ഞ വിഷയം ഇത്തരം പ്രവണതകൾ വിശ്വാസികൾ ഒഴിവാക്കണമെന്ന്. അതേസമയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത്തരം വാദങ്ങൾ ചിലപ്പോൾ കേൾക്കേണ്ടി വന്നേക്കാം, ഇത്തരം പരിഹാസങ്ങൾ ചിലപ്പോൾ കേൾക്കേണ്ടി വന്നേക്കാം, അതേക്കുറിച്ച് പഠിക്കേണ്ടി വന്നേക്കാം അല്ലേ? സത്യാവസ്ഥ മനസ്സിലാക്കാൻ, അതേപോലെ തന്നെ സത്യവിരുദ്ധമായുള്ള വാദഗതികളും ദുർവ്യാഖ്യാനങ്ങളും തിരിച്ചറിയാനും അതിന് കഴിയുന്ന രൂപത്തിൽ മറുപടി കൊടുക്കാനും ഒക്കെ അത് മനസ്സിലാക്കാൻ കഴിയുന്ന പണ്ഡിതന്മാർക്ക് അത് കേൾക്കൽ ചിലപ്പോൾ ബാധ്യതയായിട്ട് തന്നെ വരും. അത് ഉത്തരവാദിത്തമാണ് പണ്ഡിതന്മാരോട്. കാരണം അവർ പറയുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് അത് കേൾക്കുക, എന്നിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് അതിന് മറുപടി കൊടുക്കുക. അതിനുവേണ്ടി കേൾക്കേണ്ടി വരും. അത് സത്യവും അല്ലാത്തതും വേർതിരിച്ചറിയാൻ കഴിയുന്ന പണ്ഡിതന്മാരാണ് ആ പണിയെടുക്കേണ്ടത്. ആ വാദങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടി, പൊതുജനങ്ങളെ അതുമൂലമുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ നീക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ പണ്ഡിതന്മാർ രംഗത്തിറങ്ങണ്ടേ? അപ്പൊ അവർക്ക് ആദ്യം അവരെന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കണ്ടേ? അതിനുവേണ്ടി കേൾക്കേണ്ടി വരും. എന്നല്ലാതെ മറ്റൊരു നിലക്കും അവരുടെ സഹകരണം ഉണ്ടാവരുത്. ഈ ആയത്ത് മുശ്രിക്കുകളുടെ വിഷയത്തിൽ മാത്രമല്ല, തന്നിഷ്ടക്കാരായ തൽപരകക്ഷികളായ എല്ലാവർക്കും ബാധകമാണ്. നിരവധി പണ്ഡിതന്മാർ അങ്ങനെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അല്ലേ? അത് ആര് ചെയ്താലും അവരെ പുറക്കൂടരുത്, ഇത്തരം സ്വഭാവമുള്ള ആളുകൾ പുറക്കൂടരുത്. അടുത്ത ആയത്ത് കൂടി പഠിക്കുമ്പോൾ ഇതൊന്നുകൂടെ വ്യക്തമായി മനസ്സിലാകും. എന്താണ് അടുത്ത ആയത്ത്? 70-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഇത്തരം പരിഹാസങ്ങൾ നടത്തുന്ന ആളുകളുടെ ദയനീയമായ ദുര്യോഗത്തെക്കുറിച്ചാണ് ഇനി അള്ളാഹു തആല പറയുന്നത്. ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങൾ കണ്ട് വഞ്ചിതരായ ആളുകളാണ് അവർ. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും മാറി നടക്കുന്നവരാണവർ. അത്തരക്കാർ ചെന്നു പതിക്കുന്നത് വലിയ നാശത്തിലേക്കായിരിക്കും. ഒരു ശുപാർശകനും ഒരു രക്ഷകനും അവരെ സഹായിക്കാനോ രക്ഷിക്കാനോ ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഒരവസ്ഥ, ഒരു നിസ്സഹായാവസ്ഥ വരാനുണ്ട് എന്ന് ഇത്തരം ആളുകളെയും മുത്തഖീങ്ങൾ ഓർമ്മിപ്പിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്യണമെന്നാണ് അള്ളാഹു തആല പറയുന്നത്. അള്ളാഹു നൽകിയ വിശേഷബുദ്ധി ഉപയോഗപ്പെടുത്തി ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി നല്ല നിലക്ക് ജീവിക്കണം. അല്ലെങ്കിൽ പരലോകത്ത് എന്തായാലും ഖേദിക്കേണ്ടി വരും. അന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തും മനുഷ്യൻ സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ദിവസമാണ്. എന്തുണ്ടെങ്കിലും സമർപ്പിക്കും, ദണ്ഡമായി കൊടുക്കാൻ റെഡിയാണ്.
ദുന്യാവ് മൊത്തം അവന്റെ കയ്യിലുണ്ടെങ്കിലും അതെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി സമർപ്പിക്കാൻ മനുഷ്യൻ തയ്യാറാകും. പക്ഷേ അന്നത്തെ ദിവസം ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. നല്ല നിലക്ക് ജീവിച്ച ആളുകൾ. ആയത്ത് നോക്കൂ, 70-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദരില്ലദീന ഇത്തഖദൂ ദീനഹും ലഅബൻ വലഹ്വ വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സും ബിമാ കസബത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യുൻ വലാ ശഫീഉ വഇൻ തഅദിൽ കുല്ല അദ്ലിൻ ലാ യുഖദ് മിൻഹാ أولئك الذين أبسلوا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكسبون بما كانوا يكفرون. നല്ലോണം ശ്രദ്ധിക്കുക. വദർ, നബിയെ അങ്ങ് വിട്ടേക്കുക. ആരെ? അല്ലതിനൊരു വിഭാഗം ആളുകളെ ഇത്തഖദൂ അവർ ആക്കിയിട്ടുണ്ട്, ദീനഹും അവരുടെ ദീനിനെ, ലഅബൻ കളിയാക്കിയിട്ടുണ്ട്, വലഹുവൻ വിനോദവും, സ്വന്തം മതത്തെ കളിയും വിനോദവും ആക്കിയ ആളുകൾ അവരെ പാട്ടിനങ്ങ് വിട്ടേക്കൂ. വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ ഐഹിക ജീവിതം കൊണ്ട് വഞ്ചിതരാകുകയും ചെയ്ത ആളുകൾ. വഗറത്ഹും അവരെ വഞ്ചിച്ചിട്ടുമുണ്ട് അൽ ഹയാത്തുദ് ദുനിയ ഐഹിക ജീവിതം. അപ്പൊ ഐഹിക ജീവിതം കൊണ്ട് വഞ്ചിതരായ, സ്വന്തം മതത്തെ കളിയും തമാശയും വിനോദവുമാക്കി മാറ്റുകൾ അവരെ പാട്ടിന് വിട്ടേക്കൂ. പക്ഷേ അവരെ ഉത്ബോധിപ്പിക്കണം. എല്ലാവരെയും നിങ്ങൾ ഉത്ബോധിപ്പിക്കണം. എന്ത്? ഒരു മനുഷ്യൻ ചെയ്ത തെറ്റിന് അവൻ നാശത്തിലേക്ക് തള്ളപ്പെടാതിരിക്കേണ്ടതിനായി ഈ ഖുർആൻ കൊണ്ട് താങ്കൾ ഉപദേശം നൽകുകയും ചെയ്യണം. വദക്കിർ, അങ്ങ് ഉപദേശം നൽകണം, ഓർമ്മപ്പെടുത്തണം, ഉത്ബോധനം കൊടുക്കണം. ബിഹി, ഈ ഖുർആൻ കൊണ്ട്. എന്തിനാണ് ഉത്ബോധനം കൊടുക്കണമെന്ന് പറഞ്ഞത്? അൻതുബ്സല, നാശത്തിലേക്ക് തള്ളപ്പെടാതിരിക്കേണ്ടതിനായി. ആര്? നഫ്സുൻ, ഓരോരുത്തരും. ബിമാ കസബത്ത്, അവനവൻ ചെയ്ത തെറ്റ് കാരണമായി. അപ്പൊ ഓരോരുത്തരും ചെയ്ത തെറ്റ് കാരണമായി നാശത്തിലേക്ക് തള്ളപ്പെടാതിരിക്കേണ്ടതിനായി ഈ ഖുർആൻ കൊണ്ടങ്ങ് ഉപദേശം നൽകണം. ഓരോരുത്തരും അവരവരുടെ ദുഷ്കർമ്മങ്ങൾ കാരണം നാശത്തിന് വിധേയമായി തീരും എന്നതിനാൽ, നാശത്തിലേക്ക് തള്ളപ്പെടും എന്നതിനാൽ അതിന് ഇടവരാതിരിക്കാൻ അങ്ങ് ഈ ഖുർആൻ കൊണ്ട് അവരെ ഉപദേശിക്കണം. ഇബ്സാൽ, അബ്സല യുബ്സിലു അല്ലേ എന്ന പദത്തിൽ നിന്നാണ് ഇത് പോകുന്നത്. അബ്സല അല്ലെങ്കിൽ ഉബ്സില. ഇവിടെ മജ്ഹൂലായ സിഗയാണ് ഉബ്സില. വദക്കിർ ബിഹി അൻ തുബ്സല. ഈ ക്രിയാരൂപങ്ങൾ വരുന്നത് ഇബ്സാൽ എന്ന പദത്തിൽ നിന്നാണ്. അതിന്റെ വാക്കർത്ഥം ബന്ധിപ്പിക്കുക, പണയപ്പെടുത്തുക, നാശത്തിന് വിധേയമാക്കുക, മുടക്കുക, ഇങ്ങനെയൊക്കെയാണ്. ഓരോരുത്തരും അവരവർ സമ്പാദിച്ചു കൂട്ടിയ ദുഷ്കർമ്മങ്ങൾക്ക് പണയപ്പെടുകയും അങ്ങനെ നാശത്തിന് വിധേയമായി തീരുകയും ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഓരോരുത്തരും ചെയ്തതിനനുസരിച്ചാണല്ലോ അതിന്റെ ഫലങ്ങൾ കിട്ടുക. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനായി നിങ്ങൾ അവരെ ഉപദേശിക്കണം. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യുൻ വലാ ശഫീഉ. ലൈസ ലഹാ, ആ ആളുകൾക്കൊന്നുണ്ടാവുകയില്ല, ആ നഫ്സിനുണ്ടാവുകയില്ല, മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ, വലിയുൻ ഒരു സഹായകനും, വലാ ഷഫീഉൻ ഒരു ശുപാർശകനും. അല്ലെ? അള്ളാഹുവിനെ കൂടാതെ അവന് യാതൊരു സഹായകനും ശുപാർശകനും അന്നുണ്ടാവുകയില്ല. അന്ന് ആ രക്ഷപ്പെട്ടവരുടെ അങ്ങനെ ദിവസം വരാനുണ്ട്, ആ നാശത്തിലേക്ക് പോകുന്ന ദിവസം. വഇൻ തഅദിൽ കുല്ല അദ്ലിൻ ലാ യുഖദ് മിൻഹാ. വഇൻ തഅദിൽ, അവർ സമർപ്പിച്ചാലും ശരി, കുല്ല അദ്ലിൻ എല്ലാവിധ ദണ്ഡങ്ങളും അവർ സമർപ്പിച്ചാലും ശരി, ലാ യുഖദ് മിൻഹാ അയാളിൽ നിന്നും സ്വീകരിക്കപ്പെടുന്നതും അല്ല. വഇൻ തഅദിൽ, അവര് സമർപ്പിച്ചാലും ശരി, കുല്ല അദ്ലിൻ എല്ലാ ദണ്ഡങ്ങളും സ്വീകരിക്കപ്പെടുന്നില്ല. എല്ലാ പ്രായശ്ചിത്തങ്ങളും കൊടുത്താലും അല്ലെങ്കിൽ എന്ത് സമ്പത്തുകൾ കൈകാര്യം ചെയ്താലും അതൊന്നും അവരെ സ്വീകരിക്കാൻ പോകുന്നില്ല, അവരിൽ നിന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. ഉലൈകല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ. ഉലൈക അക്കൂട്ടരാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ, ഉബ്സിലൂ ബിമാ കസബൂ, അവർ അവരുടെ ചെയ്തികൾ മൂലം നാശത്തിൽ ആപതിച്ചവരാണ്. അവരാണ് ഉബ്സിലു, നാശത്തിൽ പതിച്ചവർ. എന്ത് കാരണം? ബിമാ കസബു, അവർ ചെയ്തത് കാരണം. ലഹും, അവർക്കുണ്ട്, ശറാബും മിൻ ഹമീമിൻ, ചുട്ടുപഴുത്ത ചുട്ടുകൊള്ളുന്ന പാനീയമാണ് അവർക്ക് കുടിക്കാനുള്ളത് നരകത്തിൽ. വഅദാബുൻ അലീമുൻ, വേദനാജനകമായ ശിക്ഷയുമാണുള്ളത്. ബിമാ കാനൂ യക്ഫുറൂൻ, അവർ നിഷേധിച്ചവരായി എന്നതുകൊണ്ട്.
അക്കൂട്ടരത്തിലെ അവർ പ്രവർത്തിച്ചത് നിമിത്തം നാശത്തിന് വിധേയമാക്കപ്പെട്ടവർ. ഈ ആയത്തിൽ പറഞ്ഞതിന്റെ ചുരുക്കം 1, 2, 3 കാര്യങ്ങളെ നമുക്ക് എണ്ണി പറയാം. ഐഹിക ജീവിതം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് അതിൽ വഞ്ചിതരായി മതപരമായ കാര്യങ്ങൾക്കൊന്നും ഒരു നിലയും വിലയും കൊടുക്കാതെ അതൊക്കെ വെറും കളിയും വിനോദമാക്കി തള്ളിയ ആളുകൾ അവരവരെ പാട്ടിൽ വിട്ടേക്കണം. രണ്ടാമത് പറഞ്ഞ വിഷയം, ഓരോരുത്തരും അവരവരുടെ ദുശ്ചെയ്തികൾ കാരണം നാശത്തിന് വിധേയമായി തീരും എന്നതുകൊണ്ട് അതിനിട വരാതിരിക്കാൻ വേണ്ടി ഖുർആൻ കൊണ്ട് ഉപദേശം നൽകണം. ആ ഉപദേശം നിർത്താൻ പാടില്ല. അങ്ങനെ നാശത്തിന് വിധേയരായാലോ പിന്നെ ആർക്കും ഒരു രക്ഷയും ഉണ്ടാവില്ല. അവരെ രക്ഷിക്കാനോ ശുപാർശ ചെയ്യാനോ ഒരാളും ഉണ്ടാവുന്നതല്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രായശ്ചിത്തമോ ദണ്ഡമോ നൽകി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അതിനും കഴിയുന്നതല്ല. അല്ലെ, സൂറത്ത് ആലി ഇമ്രാൻ നമ്മൾ പഠിച്ചപ്പോൾ 91-ാമത്തെ ആയത്തിൽ പഠിച്ചിട്ടുണ്ട്, ഭൂമി മുഴുവൻ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും രക്ഷയുണ്ടാവില്ല എന്ന്. വളരെ ഗുരുതരമായ വിഷയമാണ്. മൂന്നാമതായി ഈ ആയത്തിൽ മനസ്സിലാക്കേണ്ട വിഷയം, മതപരമായ വിഷയങ്ങൾക്ക് വില കൽപ്പിക്കാതെ വെറും കളി വിനോദമായി കൊണ്ടു നടക്കുന്ന ആളുകൾ തന്നെയായിരിക്കും സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് നാശത്തിന് വിധേയരാകുന്ന ആളുകൾ. അവർക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? കഠിനമായ നരകശിക്ഷ, ചുട്ടുപൊഴുത്ത വെള്ളം, അതേപോലെ തന്നെ വേദനാജനക ശിക്ഷയും. നമ്മൾ ഈ വിഭാഗത്തിൽ പെട്ടുപോകാൻ പാടില്ല. പ്രത്യേകിച്ച് ആദ്യത്തെ പറഞ്ഞ ആ വിഭാഗം, ഇത്തഖദൂ ദീനഹും ലഅബൻ വലഹുവൻ, ദീനിനെ കളിയും തമാശയുമാക്കുക. ഇന്ന് പൊതുവെ അത്തരമൊരു സാഹചര്യം നിലവിലുണ്ട്. എന്തും ഒരു തമാശ, എന്തും കളി. ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ആക്ഷേപിക്കാൻ 100 ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ. ദീനിന്റെ ഒരു കാര്യം പറയാൻ വയ്യ, അതിന് കളി തമാശയാക്കി മാറ്റുക, പ്രഹസനമാക്കി മാറ്റുക. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ തന്നെ ദീന് നമ്മളെ വഞ്ചിക്കാൻ, ദുന്യാവ് നമ്മളെ വഞ്ചിക്കാൻ പാടില്ല. ഹയാത്തു ദുന്യ, ദുന്യാവ് നശിച്ചു പോകുന്നതാണ്, താൽക്കാലികമാണ്. അതിന്റെ പിന്നാലെ കൂടിയിട്ട് നമ്മൾ ആഗ്രഹം നഷ്ടപ്പെടുത്തരുത്. നമ്മളാകെ മെനക്കെടുന്നത് ദുന്യാവിന് വേണ്ടി ആകരുത്. ഇപ്പൊ പലപ്പോഴും പലരുടെയും ഉദ്ദേശം അതാണ് തോന്നിപ്പോവാറുണ്ട്. അല്ലാഹു നമ്മളെ രക്ഷിക്കട്ടെ. ആമീൻ. കാവൽ നൽകട്ടെ. അടുത്ത ആയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 71, 72. സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളെ പഴയ പോലെ തന്നെ വിഗ്രഹാരാധനയിലേക്ക് മടക്കാൻ മുശ്രിക്കുകളെ ആളുകൾ ശ്രമം നടത്താറുണ്ടായിരുന്നു. അത്തരം മുശ്രിക്കുകളോട് പറയേണ്ട ചില കാര്യങ്ങളാണ് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. എന്താണെന്നറിയോ? മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതിനിടെ കൂട്ടം തെറ്റിയിട്ട് പിശാച് വഴിതെറ്റിച്ചിട്ട് ആകെ പരിഭ്രമിച്ചു പോയ ഒരാളെ അവന്റെ കൂട്ടുകാർ ഇതാ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാതെ അവഗണിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അത്തരം ഒരു വഴി തെറ്റിയ ആളെ പോലെ ഞങ്ങളുമാകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ശിർക്ക് എന്ന വലിയ ദുർമാർഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു ഞങ്ങളെ ഇസ്ലാം എന്ന നേർമാർഗത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾ ആ മാർഗത്തിൽ നിന്ന് പിൻവാങ്ങി എന്തെങ്കിലും ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിയാത്ത വിഗ്രഹങ്ങൾ ആരാധിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അത് നടക്കുന്ന കാര്യമല്ല. അത് നേരത്തെ പറഞ്ഞ ആളെ പോലെയാണ്. അയാൾ മരുഭൂമിയിലാകപ്പെട്ട് പിശാചാളെ വഴിതെറ്റിച്ച് നടക്കുകയാണ് അയാൾ. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ അയാളെ കൂട്ടുകാർ വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാ മോനെ, ഇവിടെയാണ് സന്മാർഗം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അയാളെ വിളി കേൾക്കുന്നില്ല. അങ്ങനെ ഒരാൾ പോലെ ഞങ്ങളാകണോ? അതിന് ഞങ്ങളെ കിട്ടൂല. ഞങ്ങൾ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ കീഴ്പ്പെട്ടും അനുസരിച്ചും അവന് വേണ്ടി നിഷ്കരിച്ചുകൊണ്ടും ജീവിക്കണമെന്നാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്. അത് ഞങ്ങൾ അനുസരിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ മുമ്പിൽ, അതേ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളൊക്കെ ഹാജരാക്കപ്പെടാനുള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളാണ് വീണ്ടും വിചാരം നടത്തേണ്ടത്. ഞങ്ങളെ പഴയ മതത്തിലേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത്. ഞങ്ങൾ പഴയ ശിർക്കിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയെ നിങ്ങൾക്ക് വേണ്ട. ഇതാണ് ഇനിയുള്ള ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരോട് പറയാൻ വേണ്ടി അല്ലാഹു തആല പറയുന്നത്. എന്താണ് ആയത്തിൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അനദഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉനാ വലാ യദുറുനാ വനുറദ്ദു അലാ അഖാബിനാ ബഅദ ഇദ് ഹദാനല്ലാഹ് കല്ലദി ഇസ്തഹവത്ഹു അശ്ശയാത്തീനു ഫിൽ അർളി حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين. قل നബി അങ്ങ് പ്രഖ്യാപിക്കുക, അനദഉ ഞങ്ങൾ ഇബാദത്ത് ചെയ്യണമോ, മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ, മാ ലാ യൻഫഉനാ വലാ യദുറുനാ ഞങ്ങൾക്ക് ഒരു ഉപകാരവും ഉപദ്രവവും ഏൽപ്പിക്കാത്തതിനെ, വനുറദ്ദു ഞങ്ങൾ മടക്കപ്പെടുകയും ചെയ്യണോ, ഞങ്ങൾ മടങ്ങുകയാണോ വേണ്ടത്, അലാ അഖാബിനാ ഞങ്ങളുടെ കാലുകളിന്മേൽ, മടമ്പുകളിന്മേൽ എന്ന് പറഞ്ഞാൽ വനുറദ്ദു അലാ അഖാബിനാ ഞങ്ങൾ പിന്നോട്ട് മടങ്ങുകയാണോ വേണ്ടത്, ബഅദ ഇദ് ഹദാനല്ലാഹു അല്ലാഹു ഞങ്ങളെ സന്മാർഗത്തിലാക്കിയ ശേഷം. അതിനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? അതിന് ഞങ്ങളെ കിട്ടില്ല.
ഏതൊരാളെ പോലെ? കല്ലതി, ഒരാളെ പോലെ. ഇസ്തഹ്വത്ഹു ശയാതീനു, പിശാച് അവനെ വഴിതെറ്റിച്ചിട്ടുണ്ട്. ഫിൽ അർളി, മരുഭൂമിയിൽ. ഹൈറാന, അവനാകെ അങ്കലാപ്പിലാണ്, ആകെ പരിഭ്രാന്തനായി അടഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇസ്തഹ്വത്ഹു, പിശാച് വഴിതെറ്റിച്ച ഒരാളെ പോലെ. ഫിൽ അർളി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ. ഹൈറാന, അവൻ ആകെ ഹൈറാനിയത്തിൽപ്പെട്ടിട്ടുണ്ട്, ആകെ പരിഭ്രാന്തനായി അടഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ലഹു, അവനുണ്ട്. അസ്ഹാബുൻ, ചില ചങ്ങാതിമാരുണ്ട്, ചില കൂട്ടുകാരുണ്ട്. യദഊനഹു, ആ കൂട്ടുകാർ അവനെ വിളിക്കുന്നു. ഇലൽ ഹുദാ, സന്മാർഗത്തിലേക്ക്. ഇത്നാ, ദാ ഇങ്ങോട്ട് വാ, ഞങ്ങളുടെ അടുത്തേക്ക് വാ, ഇവിടെ വഴി, ഇതാണ് നേരായ വഴി. നീ വഴിതെറ്റി മരുഭൂമിയിൽ കറങ്ങി ഇങ്ങനെ കളയണ്ട, സമയം കളയണ്ട, ഇങ്ങോട്ട് വാ, ഇതാണ് ശരിയായ വഴി എന്ന് പറഞ്ഞ് അവനെ അവന്റെ കൂട്ടുകാർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവൻ കേൾക്കണില്ല. അതേപോലെ ഞങ്ങളും ആകണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങളിപ്പോ നേർമാർഗത്തിനാണ് ഉള്ളത്. ഇനി ഞങ്ങൾ ഈ പഴയ പിന്നെ എന്താണ് പറയാ, ആ ഒരു മാർഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണോ? ഞങ്ങളതിന് കിട്ടില്ല. ഞങ്ങൾ സത്യത്തിന് കൂടെ തന്നെ നിൽക്കും. ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന ആളുകൾ അവഗണിക്കാൻ ഞങ്ങളെ കിട്ടൂല. ഈ മരുഭൂമിയിൽപ്പെട്ട് ഹൈറാനിയത്തിൽപ്പെട്ട ആൾ ചെയ്യുന്നത് പോലെ ഞങ്ങളത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. കുൽ, നബി അങ്ങ് പറയൂ, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, നിശ്ചയമായും സന്മാർഗം അത് അള്ളാഹുവിന്റെ ആ മാർഗദർശനം, അള്ളാഹുവിന്റെ മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം. കുൽ ഇന്ന ഹുദല്ലാഹി, അള്ളാഹുവിന്റെ മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം. ഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴൊതുങ്ങാനാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ മുശ്രിക്കുകൾ പലപ്പോഴും മുസ്ലിങ്ങൾ അടുക്കൽ വന്ന് പറയാറുണ്ടായിരുന്നു എന്നാ, ഞങ്ങളെ കൂടെ പോരും, നിങ്ങൾ മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ ഉപേക്ഷിച്ച് ഞങ്ങളെ കൂടെ പോരുമെന്ന്. അങ്ങനെ ഞങ്ങളോട് പറയാൻ, ഞങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളുകളാണ്. ഇതിനാണ് ഞങ്ങളോട് പറഞ്ഞത്, ഉമിർന, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ലിനുസ്ലിമ, പരിപൂർണമായി കീഴൊതുങ്ങാൻ, ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ തമ്പുരാൻ. അടുത്ത ആയത്തും കൂടി ചേർത്ത് പഠിക്കാം. 72-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻ അഖീമുസ് സ്വലാത വത്തഖൂഹു വഹുവല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. പിന്നെന്തിനുമാണ് ഞങ്ങളോട് പറഞ്ഞത്? വഅൻ അഖീമുസ് സ്വലാ, നിങ്ങൾ നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കണമെന്നും, വത്തഖൂഹു, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ അള്ളാഹു തന്നെയാണ് നമ്മൾ നിങ്ങളൊക്കെ ചെന്നു ചേരേണ്ട ആൾ. വഹുവല്ലദീ, ആ അള്ളാഹു ഒരുവനാണ്. ഇലൈഹി, അവനിലേക്ക് തുഹ്ശറൂൻ, നിങ്ങൾ മടക്കപ്പെടും. നിങ്ങളൊക്കെ തിരിച്ചു ചെല്ലാനുള്ള, മടക്കപ്പെടുന്ന, സമ്മേളിപ്പിക്കപ്പെടുന്ന ആൾ അള്ളാഹു തന്നെയാണ്. അല്ലെ, നിസ്കാരം പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞു. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും നിസ്കരിക്കണമെന്നും ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വളരെ വളരെ വിശേഷമായി നിസ്കാരത്തെ സൂചിപ്പിച്ചു. അത് നിസ്കരിക്കുക എന്നല്ല പറഞ്ഞത്, അഖീമുസ്സല, നിസ്കാരം നിലനിർത്തുക എന്ന പറഞ്ഞത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അവിടെ അള്ളാഹു തആല അങ്ങനെ എടുത്തു പറയാൻ കാരണം. നിസ്കാരം നിലനിർത്തുക, പരിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ പ്രയോഗിച്ചത് അങ്ങനെയായിരുന്നു. നിസ്കരിക്കുക എന്ന് മാത്രമല്ല, നിങ്ങൾ ഇഖാമത്ത് എന്നുണ്ടാവും, യുഖീമൂന, മുഖീമീന, അല്ലെങ്കിൽ ഹാഫിളു എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിലായിരിക്കും അള്ളാഹു തആല നിസ്കാരത്തെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടാവുക. നിലനിർത്തുക എന്നതാണ് പ്രധാനം. അതായത് മുറപ്രകാരം അനുഷ്ഠിക്കുക എന്ന്. നിസ്കാരം സംസ്കാരം ഉണ്ടാവുക, അതാണ് ഇഖാമത്തു സ്വലാ. നിസ്കരിക്കുന്ന സംസ്കാരം കൃത്യമായത് നിലനിർത്തിപ്പോകുന്ന സംസ്കാരം ഉണ്ടാവുക. അതുണ്ടാകുന്ന ബാക്കിയൊക്കെ ഉണ്ടാവും. എല്ലാ വേണ്ടാത്തരങ്ങളും ഒഴിവാക്കി കിട്ടും. വളരെ പ്രധാനമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം കുടുംബത്തെ മക്കയിൽ കൊണ്ടുവന്ന് അവിടെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് പറഞ്ഞത് സൂറത്ത് ഇബ്രാഹിമിൽ 37-ാമത്തെ ആയത്തിലുണ്ടല്ലേ, ആ കൂട്ടത്തിൽ റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവനെ, ഞാനിത് എന്റെ മക്ക അവിടെ ഒഴിവാക്കി പോവാണ്. നിസ്കാരം നിലനിർത്തുന്ന ആളുകളാവാൻ വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരണ്ടല്ലോ, നിസ്കാരം നിലനിർത്തുന്ന സംസ്കാരം ആ നാട്ടിലുണ്ടാവണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒഴിവാക്കി പോകുന്നു. ഇങ്ങോട്ടൊരായത്താണ്, അതിന്റെ ഭാഗമാണ് പറഞ്ഞത്. അപ്പോ നിസ്കാരം എന്ന വിഷയം വളരെ പ്രധാനം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തതും അങ്ങനെയാണ്. റബ്ബ് ജഅൽനി മുഖീമസ് സ്വലാത്തി മിൻ ദുർരിയ്യതി, പടച്ചവനെ നിസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെയും എന്റെ സന്താനങ്ങളെയും പെടുത്തണേ. അല്ലേ, മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുമായി സംസാരിച്ച വളരെ പ്രധാനമായ സമയം, അള്ളാഹുവിനോടൊക്കെ സംസാരിക്കുന്ന അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമല്ലേ. ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞ എന്താ? ഇന്നനി അന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ഇതിങ്ങനെ വഅഖിമിസ് സ്വലാത്ത, നിസ്കാരം നിലനിർത്തുന്ന വിഷയം വളരെ പ്രധാനമാണ്. ഒരുപാട് അമ്പിയാക്കൾ അങ്ങനെയാണ്, ഒരുപാട് പറയാനുണ്ട് നമസ്കാരത്തെ കുറിച്ച്. വളരെ പ്രധാനമാണെന്നതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു തആല നിസ്കാരം മാത്രം പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധ കാണിക്കരുത് ഒരിക്കലും.
നമ്മൾ ആവശ്യം ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. നിസ്കാരം പാഴാക്കി കളയുന്നവർ എന്ന് റബ്ബ് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ എന്താൻ പാടില്ല, പെടാൻ പാടില്ല. സൂറത്ത് മറിയം 59-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൂന ഗയ്യ. പ്രവാചകന്മാരുടെ കാലശേഷം നിസ്കാരം പാഴാക്കിയ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. തങ്ങൾ തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിച്ച ആളുകൾ. ഫസൗഫ യൽഖൂന ഗയ്യ. നിസ്കാരം പാഴാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ തീരെ നിസ്കാരം ഒഴിവാക്കുക, അതല്ല അതിന്റെ സമയത്ത് കൃത്യമായി ചെയ്യാതിരിക്കുക. ഇങ്ങനൊക്കെ അതിന്റെ അർത്ഥങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ആളുകൾക്ക് ഗയ്യ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഗയ്യ എന്ന വാക്ക് നഷ്ടം, നാശം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വേറെ എന്തൊരു തഫ്സീറുകളുണ്ട്. മഹാന്മാരെ പണ്ഡിതന്മാരൊക്കെ അത് ഗയ്യ എന്ന് പറഞ്ഞ് നരകത്തിന്റെ ഒരു ചെരുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെരുവ് വളരെ കഠിനമായ ചൂടുള്ള ചെരുവാണ്. ആ ചെരുവിന്റെ ചൂടിൽ നിന്ന് നരകത്തിന്റെ മറ്റു ഭാഗങ്ങൾ എപ്പോഴും കാവൽ ചോദിക്കും എന്നും മഹാന്മാരെ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. നിസ്കാരം ഒഴിവാക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അത് ശരിയായി നിലനിർത്തി പോരാതിരിക്കുന്നത് വലിയ തെറ്റാണ്, കുറ്റമാണ്. അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളുകൾ പിന്നെ വേണ്ടാത്തങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ്. നിസ്കാരം നിശ്ചിത സമയത്ത് കൃത്യമായി നിർവഹിക്കും. നിസ്കാരത്തെ നമ്മൾ കാത്തു നിൽക്കുക, നിസ്കാരം നമ്മളെ കാത്തു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നിസ്കാരം ശരിയായി നിർവഹിച്ചാൽ തന്നെ എല്ലാ തെറ്റുകളും നമുക്ക് ഒഴിവാകാം. ഫവൈലുൽ മുസ്വല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമ്മളെപ്പോഴും ഓതുന്ന അല്ലെ സൂറത്തുൽ മാഇദ ആയത്താണത്, നമുക്കറിയാം വിഷയം. നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായവർ അവർക്ക് വൈലെന്ന നരകം. പല നിലക്കാണത്. തീരെ നിസ്കരിക്കാത്തവരാവാം, നിസ്കാരത്തിന് ശ്രദ്ധയില്ലാത്തവരാം. പല അഭിപ്രായങ്ങളെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ശ്രദ്ധിക്കും നിസ്കാരത്തിന്റെ കാര്യം. അത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്. ആ അമാനത്ത് നമ്മൾ ശരിക്കും സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മളെയും ശ്രദ്ധിക്കും, നമ്മളെയും സൂക്ഷിക്കും. ഒരു ആറാബി മദീനയിൽ പള്ളിയിൽ വന്ന് ഒട്ടകത്തിന്റെ പുറത്താ വന്നത്. പള്ളിയുടെ മുമ്പിലെത്തിയിട്ട് ആ ഒട്ടകത്തെ പള്ളിയുടെ മുമ്പിൽ കെട്ടിയിട്ടിട്ട് നിസ്കരിക്കാൻ വേണ്ടി കയറിപ്പോയി. അയാൾ നിസ്കാരം നിർവഹിച്ച് തിരിച്ചു വന്നപ്പോൾ ഒട്ടകം കാണാനില്ല. അയാൾ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, നീ എന്നെ ഏൽപ്പിച്ച അമാനത്ത് നിസ്കാരം കൃത്യമായി ഞാൻ നിർവഹിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ ഒട്ടകം കാണാനില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ച ഒട്ടകം നീ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. പുറത്തു കഴിഞ്ഞപ്പോ ഒട്ടകം അവിടെ വന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. നിസ്കാരം പതിവാക്കുന്ന ആളുകൾ, നിസ്കാരം ഇഖാമത്ത് കൊണ്ടു നടക്കുന്ന ആളുകൾ, കൃത്യമായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ വെളിച്ചമാകും, പ്രകാശമാകും എന്നൊക്കെ ഹദീസ് കാണാം. അത് പതിവാക്കാതെ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് അതൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഖാറൂൻ, ഫിർഔൻ, ഹാമാൻ, ഉബയ്യ് ഇബ്നു ഖലഫ് പോലെയുള്ള തെമ്മാടികളുടെ കൂടെ അല്ലെങ്കിൽ നരകാവകാശികളുടെ കൂടെ ആയിരിക്കും അയാൾ ഖിയാമത്ത് നാൾ വരിക. എന്താണ് ആ ആളുകളെ പ്രത്യേകമായി ഉദാഹരണം പറയാൻ കാരണം എന്നറിയോ? മഹാന്മാരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. പല ആളുകൾക്കും നിസ്കരിക്കാൻ പറ്റാതിരിക്കുന്നത്, സമയത്ത് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഒന്നുകിൽ സ്വത്ത് കൂടിയത് കൊണ്ടായിരിക്കാം, അല്ലെ? സ്വത്തിന് കൂടി അപ്പൊ അതിന് നേരം കിട്ടില്ല. ആ ആളുകൾ ഖാറൂന്റെ കൂടെയാണ്. കാരണം ഖാറൂൻ വലിയ സ്വത്തുള്ള ആളായിരുന്നു. അള്ളാഹുവിന്റെ ശരിക്കും ഇബാദത്ത് ചെയ്യാൻ ആ സ്വത്ത് അവൻ അനുവദിച്ചില്ല. അല്ലെങ്കിൽ ചില ആളുകളെ രാജാധികാരമോ അധികാരങ്ങളോ ഒക്കെ ആയിരിക്കും ചില ആൾക്ക് നിസ്കരിക്കാനോ ഇതിനൊന്നും സമയം കിട്ടായിട്ട്. അത്തരം ആളുകൾ ഫിർഔന്റെ കൂടെ ആയിരിക്കും. മുമ്പിലെ രാജാവായിരുന്നല്ലോ. ഇനി മറ്റു വല്ല നേതൃസ്ഥാനങ്ങളോ സ്ഥാനങ്ങളോ ആണ് ഒരാൾ അതിന് ഒഴിവ് കിട്ടാതാക്കിയത് എങ്കിൽ അയാൾ ഹാമാന്റെ കൂടെ ആയിരിക്കും. ഹാമാൻ ഫിർഔന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നല്ലോ. അതേപോലെ തന്നെ കച്ചവടമോ മറ്റു ബിസിനസ്സൊക്കെയാണ് പിന്നെ നിസ്കരിക്കാൻ അല്ലെങ്കിൽ നിസ്കാരം നിലനിർത്താൻ സാധിക്കാതെ അയാളാക്കിയത് എങ്കിൽ അയാൾ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയായിരിക്കും. അതേപോലെ കച്ചവടക്കാരനായിരുന്നു. അപ്പോ നിസ്കാരത്തിന്റെ കാര്യം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. നിസ്കാരം ബാക്കിയുള്ള നിർബന്ധ കർമ്മങ്ങളെ പോലെ വഹി മുഖേന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞാക്കിയിട്ട് നിർബന്ധമാക്കിയതല്ല. നിസ്കാരം അള്ളാഹുവിന്റെ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അങ്ങോട്ട് അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് നിർബന്ധമാക്കി കൊടുത്തതാണ്, അല്ലേ? അള്ളാഹു തങ്ങള് അവിടുത്തെ അവസാന സമയത്ത് നമ്മളെ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത നിരവധി തവണ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയമാണ് നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. അള്ളാഹു ആമീൻ. നിങ്ങൾ നിസ്കാരം അത് സമയങ്ങൾ ശരിയായി നിർവഹിക്കണമെന്നും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും. ശരിയായ സമയങ്ങൾ നിർവഹിക്കണം. നിസ്കാരം മൗഖൂത്തായ സമയം നിശ്ചയിക്കപ്പെട്ട ഫർളാണെന്ന് മറ്റു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യമാണെന്നർത്ഥം. നമ്മളോട് നമ്മുടെ ബോസോ സൂപ്പർവൈസറോ ഒരു കാര്യം സമയബന്ധിതമായി ചെയ്യാൻ പറഞ്ഞാൽ എത്ര മെനക്കെട്ട് നമ്മൾ തീർക്കൂലേ? തീർക്കും. സാക്ഷാൽ തമ്പുരാൻ പറഞ്ഞ സംഗതിയും ആ ഒരു വിഷയത്തോടും അതേ കണിശത നമ്മൾ പുലർത്തണ്ടേ? അതാണ് നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്നാം തരം നിസ്കാരമാണെങ്കിൽ ഹുശൂഉം മനസ്സാന്നിധ്യമൊക്കെയുള്ള നിസ്കാരമാണെങ്കിൽ അതിന് ഗുണം ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് വെറും കാട്ടിക്കൂട്ടാൻ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല.
നല്ല നിലയിലുള്ള നിസ്കാരമാണ് വേണ്ടാത്രങ്ങൾ നമ്മളെ തടയുന്നത്. സൂറത്ത് അൻകബൂത്ത് 45 പറഞ്ഞ പോലെ ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായി നിസ്കാരം ഫഹ്ശാഇ മുൻകർ വേണ്ടാത്രങ്ങൾ തടയുമെന്ന് പറഞ്ഞത് നല്ല മക്കളുടെ നിസ്കാരമാണ്. ആട്ടിക്കൂട്ടിലായതുകൊണ്ട് കാര്യമില്ല. കാരണം നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ് പല തെമ്മാടിത്തരങ്ങൾക്ക് നിന്ന് മുൻപന്തിയിലുള്ളത്. നമുക്കറിയാല വിഷയങ്ങളൊക്കെ. നാട്ടില് ജമാഅത്തിന് ഒന്നാം സ്വപ്നം നിൽക്കുന്ന ആളെക്കാരൻ പൈസ കച്ചവടമായിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ പൈസ തുടങ്ങാൻ നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പള്ളിക്ക് എപ്പോഴും ഉണ്ടാകും. സുബൈക്ക് തന്നെ ഉണ്ടാവും ജമാഅത്തിന് പല. അത് കഴിഞ്ഞിട്ട് ഉപരി തെറ്റിയാൽ ഇറങ്ങാം. നിസ്കാരത്തിന്റെ ക്വാളിറ്റി പോരാന്നതിന്റെ അർത്ഥം. നമ്മൾക്ക് നമ്മളുടെ നിസ്കാരത്തിന് മാർക്കിടാനുള്ള അവസരമാണ് സൂറത്തുൽ അൻകബൂത്ത് 45 ആയത്ത്. നമ്മളൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിച്ചിട്ട് നമ്മൾ തെറ്റുകൾ മാറി നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലേ? എന്തെങ്കിലും നമ്മൾ നിസ്കാരത്തിന് കുഴപ്പമുണ്ട് മനസ്സിലാക്കി നമ്മളത് മാർക്ക് നമ്മളതിനെ മെച്ചപ്പെടുത്തണം. വേഗം നിസ്കാരത്തിന്റെ സമയം നിസ്കാരം അങ്ങോട്ട് കഴിച്ചിട്ട് ആശ്വാസം കൊള്ളുക നമ്മൾ ചെയ്യുന്നത്. നിസ്കരിച്ചു കൊണ്ട് ആശ്വാസം ലഭിക്കുകയല്ല നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ അതാണ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അങ്ങനല്ല. ആ നിസ്കാരം വന്നല്ലോ, ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ആശ്വാസം, ഭയങ്കര റാഹത്ത്, അതാണ് ശരിക്കും ഉണ്ടാകേണ്ടത്. അപ്പോ അതൊന്നും ഇഹ്സാൻ സഹിതം ചെയ്യുക. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന് ചിന്തയോടെ ചെയ്യുക എന്നല്ല ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. നിസ്കാരത്തെ പ്രത്യേകം ആവശ്യം വേണം, എല്ലാ വിഭാഗത്തിലും വേണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ മനോഹരമാക്കുക എന്നാണ്, ഭംഗിയാക്കുക, ബ്യൂട്ടിഫൈ. അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ബ്യൂട്ടിഫിക്കേഷൻ നമുക്ക് പറയാം. മനോഹരമാക്കുക, മനസ്സിന് ഹരമുള്ളതാക്കുക. അതാണ് മനോഹരം എന്ന് പറയാം, മനസ്സിന് ഹരമുള്ളതാക്കുക. അപ്പോ നിസ്കരിച്ചാൽ മനസ്സിന് സന്തോഷം വേണം, നിസ്കാരത്തിലെ ഹരം വേണം, നോമ്പ് നോൽക്കുമ്പോൾ ആ ഒരു ഹരം മനസ്സിന് സന്തോഷം ആനന്ദം വേണം, ഹജ്ജിനത് വേണം. ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ മാർക്കിടേണ്ടത്. നിസ്കാരം തുടങ്ങിയാൽ കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ആ മധുരം ഞാൻ കിട്ടിയിട്ടില്ല, അത് ഇഹ്സാൻ അവിടെ അല്ല. പള്ളിയിലാണ് കയറിയാൽ പുറത്തേക്കാൻ ചാടണമെന്ന് തോന്നുന്നുണ്ടോ? സലാം വീട്ടാനോ ഇല്ല, അപ്പോഴേക്കും പുറത്തേക്ക് എത്തണം. മുഅ്മിനിന് അങ്ങനെ ഉണ്ടാവില്ല എന്ന്. മുഅ്മിനായ മനുഷ്യൻ പള്ളിയിൽ കടന്നാൽ വെള്ളത്തിലുള്ള മീനിനെ പോലെയാണ്, അതിന് പുറത്തു പോകാനൊന്നും തോന്നൂല. മീന് പുറത്തേക്ക് വന്നാൽ ആ മീനിന്റെ കഥ കഴിയും. മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണം അങ്ങനെയാണ് പള്ളിയിലെത്തിയാൽ. മുനാഫിക്ക് അങ്ങനെയല്ല, കൂട്ടിലിട്ട പക്ഷിയെ പോലെയാണ് എന്നാണ്. അങ്ങനെ ഇതിന് പുറത്ത് ആളായിട്ടും ധൃതിയായിരിക്കുന്നു. നമ്മൾ എവിടെയാണ് നമ്മൾ ആലോചിക്കും. നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. യുദ്ധമുഖത്താണെങ്കിൽ പോലും സമയം മാനിക്കണം എന്നാണ് നിയമം. നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെയാണ്. നമുക്കിപ്പോ അങ്ങനെ യുദ്ധത്തിന്റെ അവസ്ഥകളില്ല, പേടിക്കേണ്ട അവസ്ഥകളില്ല. വരാതിരിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പൊതുവെ എല്ലാവർക്കും പ്രാഹത്താണ്. എന്നിട്ടും നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അമാന്തം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കണിശമല്ലേ. യാത്രയിലും മറ്റുമൊക്കെ കഴിയുമ്പോൾ നിസ്കരിക്കുക, പരമാവധി ഖളാ ആക്കരുത്. നമ്മൾ നിസ്കാരം ദീനിന്റെ തൂണാണെന്നല്ലേ. പരമാവധി ഖുശൂഅോടുകൂടി നിസ്കരിക്കാൻ ശ്രമിക്കുക, മറ്റു ചിന്തകൾ ഒഴിവാക്കുക. വേറെ ചിന്തകളൊന്നും വേണ്ട. നമുക്ക് കാര്യമായിട്ട് ചിന്തകൾ വരെ നിസ്കാരത്തിന് കയറിയാൽ അല്ലെ, കയറിയാലാണ് ഉത്തരം കിട്ടാത്ത പല പ്രശ്നങ്ങൾക്കും മറുപടി വരുന്നത് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന് മുമ്പിലാണ് നിൽക്കുന്നത് ഓർമ്മ വേണം. മഹാന്മാരായ സഹാബത്തൊക്കെ അങ്ങനെ വല്ല ചിന്തകളും വരികയാണെങ്കിൽ അവരാ എന്തിനെ കുറിച്ചാണോ ചിന്തിച്ച് അതാണ് കൊടുത്തൊഴിവാക്കുകയായിരുന്നു പതിവ് എന്നൊക്കെ ഹദീസുകളിൽ കാണാം. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള നല്ല ഒരു തോട്ടം, ആ തോട്ടത്തിൽ നിസ്കരിക്കുന്ന സമയത്താണ് ഒരു പച്ച കളറുള്ള പക്ഷി അവിടെ അങ്ങനെ വന്നിട്ട് അങ്ങനെ കണ്ടപ്പോൾ മുമ്പ് കൗതുകമായി. അപ്പൊ അതുകൊണ്ട് ആ നിസ്കാരത്തിൽ തശ്വീഷുണ്ടായി. നിസ്കാരം കഴിഞ്ഞ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ നിന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കത് വേണ്ട. നിസ്കാരത്തിൽ എന്നെ ആ തോട്ടം അശ്രദ്ധമാക്കിയിട്ടുണ്ട്, എന്റെ ശ്രദ്ധ തെറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് അങ്ങേക്ക് തരികയാണ്, അങ്ങേക്ക് എന്ത് വേണമെങ്കിൽ ചെലവഴിക്കാം. സുബ്ഹാനല്ലാഹ്, വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക അല്ലേ. വത്തഖൂഹു, നിങ്ങൾ തഖ്വ ചെയ്യുകയും വേണം. ഏത് ഇബാദത്തിനെയും അകപ്പറുകളാണ് തഖ്വ. നിസ്കാരം എന്ന ആരാധനയോടൊപ്പം ഇവിടെ ചേർത്ത് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം. തഖ്വ കൂടെ ഉണ്ടാവണം. പടച്ചവനെ പോലെ വേണം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, മറ്റെവിടെയും ആലോചിക്കരുത്. ഇബാദത്തുകളെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും ആഫിയത്തും. കർമ്മത്തിന്റെ തുടക്കത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട കാര്യങ്ങളാണിത്. മുത്തഖീങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. സൂറത്തുൽ ബഖറ. തഖ്വ പാലിക്കുന്നതോടൊപ്പമാണ് അല്ലാഹു തആല അതിനുള്ള തൗഫീഖും ആഫിയത്തും നമുക്ക് തരും. രണ്ടാമത്തെ വിഷയം, കുറവുകൾ നികത്തി വിധിപ്രകാരം കർമ്മം പൂർത്തിയാക്കുക. ഇത് തഖ്വയുള്ള ആൾക്കേ കഴിയുള്ളൂ. മൂന്നാമത്തെ വിഷയം, കർമ്മത്തിന്റെ സ്വീകാര്യത. അത് മുത്തഖീങ്ങളിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. സൂറത്തുൽ മാഇദ 27 നമ്മൾ പഠിച്ചല്ലോ അല്ലേ. അപ്പോ
തഖ്വ എന്നത് വളരെ അടിസ്ഥാനമാണ്. പ്രത്യേകിച്ച് ഇബാദത്തുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ആരാധനയുടെ ഈ 3 അടിസ്ഥാനങ്ങളും അള്ളാഹു വാഗ്ദാനം ചെയ്തത് മുത്തഖീങ്ങൾക്കാണ് എന്നത് പരമപ്രധാനമാണ്. നമ്മൾ തഖ്വയുള്ള ആളുകളായി മാറാൻ വേണ്ടി ശ്രമിക്കുക. തഖ്വയുള്ളവൻ അള്ളാഹു തആല പലതും നൽകാതിരിക്കും. ചോദിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു പലതും കൊടുക്കും. തഖ്വയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ പരമമായ ജീവിത ലക്ഷ്യമായി മാറേണ്ടത്. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ 73-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആകാശഭൂമികളുടെ, അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചില പ്രധാന കാര്യങ്ങളാണ് ഇനി അള്ളാഹു തആല പറയുന്നത്. പലർക്കും ഒരു ധാരണയുണ്ട്, ആകാശഭൂമികളും അതിലെ എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത വസ്തുക്കളുമെല്ലാം ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ഒന്നുമല്ലാതെ വെറുതെ അങ്ങ് പടക്കപ്പെട്ടതാണ് എന്ന്. ഓരോ നിമിഷവും അതിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ സംഭവങ്ങൾ യുക്തിരഹിതങ്ങളാണ്, അതൊക്കെ വെറും ചില സ്വാഭാവിക പ്രതിഭാസങ്ങളാണ് എന്ന് പറഞ്ഞു തള്ളുന്ന ആളുകൾ എത്രയോ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്താലും അതിനെക്കുറിച്ചൊരു വിചാരണയോ ചോദ്യമോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നെല്ലാമുള്ള ചില തെറ്റിദ്ധാരണകൾ. അങ്ങനെ ധരിച്ചു വെച്ചവർക്കുള്ള മറുപടിയാണ് അള്ളാഹു തആല ഇനി പറയുന്നത്. എന്താണ്? അവരുടെ ആ ധാരണ തെറ്റാണ്. ഈ പ്രപഞ്ചം അള്ളാഹു വെറുതെ പടച്ചതല്ല. ഇതിന് ചില പ്രോഗ്രാമുകളുണ്ട്, പദ്ധതികളുണ്ട്. ഇവിടെ നടക്കുന്ന ഏത് പ്രവർത്തനങ്ങൾക്കും ചില പ്രതിഫലനങ്ങളുണ്ട്. ഒരണുവോളം നന്മയോ തിന്മയോ ചെയ്താൽ അതിന്റെ ഫലം മനുഷ്യൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അത്രയും കൃത്യമായ നീതിയുക്തമായ വ്യവസ്ഥയുള്ള ചിട്ടയുള്ള ഒരു പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തെയാണ് അള്ളാഹു തആല നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വെറും ഒരു കളിതമാശ എന്ന നിലക്ക്, വിനോദം എന്ന നിലക്ക് സൃഷ്ടിച്ചതല്ല ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിനും ഓരോ പ്രോഗ്രാമുകളുണ്ട്. ഇവിടെ ഓരോന്നിനും വ്യവസ്ഥകളുണ്ട്. ഇവിടെ എന്ത് ചെയ്താലും അതിന് പ്രതിഫലനങ്ങൾ ഉണ്ടാവും. നന്മ ചെയ്താൽ കൂലി ഉണ്ടാവും, തിന്മ ചെയ്താൽ ശിക്ഷയും ഉണ്ടാവും. നോക്കൂ 73-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് വയൗമ യഖൂലു കുൻ ഫയകൂൻ ഖൗലുഹുൽ ഹഖ് വലഹുൽ മുൽക്കു യൗമ യുൻഫഖു ഫിസ്സൂർ ആലിമുൽ ഗൈബി വശഹാദ വഹുവൽ ഹകീമുൽ ഖബീർ. വഹുവ അല്ലാഹു അല്ലദീ, അവൻ ഒരുവനാണ്, ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ പടച്ചവനാണവൻ, ബിൽ ഹഖ്, സത്യസമേതം ആകാശഭൂമികൾ പടച്ചു. ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നർത്ഥം. വയൗമ യഖൂലു കുൻ ഫയകൂൻ, അവൻ ഉണ്ടാവുക എന്ന് ഉത്തരവിടുമ്പോൾ അത് ഉണ്ടാകുന്നു. അവൻ ഉണ്ടാവുക, കുൻ, നീ ഉണ്ടാകുന്ന ഉത്തരവിടുമ്പോൾ യകൂൻ, അത് ഉണ്ടാവുന്നു. വലഹുൽ മുൽക്കു, അവന് തന്നെയാണ് സർവാധികാരങ്ങളും. യൗമ യുൻഫഖു ഫിസ്സൂരി, സൂർ എന്ന കാലത്തിൽ ഊതപ്പെടുന്ന ആ ദിവസം, അതായത് ഖിയാമത്ത് നാളിൽ, അന്ന് സർവാധിപത്യം അവന്റെ കയ്യിലാണ്. എന്നും അവന് തന്നെയാണ്. പക്ഷേ ഇവിടെ ദുന്യാവിൽ വേറെ പല ആളുകളും അധികാരങ്ങൾ അവകാശപ്പെട്ടേക്കാം, അന്ന് ആരും അവകാശപ്പെടില്ല. ആലിമുൽ ഗൈബി, അവൻ അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. വശഹാദത്തി, പരോക്ഷവും പ്രത്യക്ഷവും. ആലിമുൽ ഗൈബി, അവൻ അദൃശ്യം അറിയുന്നവനാണ്. വശഹാദത്തി, ദൃശ്യവും അറിയുന്നവനാണ്. ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ് അവൻ. വഹുവൽ ഹകീമുൽ ഖബീർ, അവൻ ഹക്കീമാണ്, യുക്തിമാനാണ്. ഖബീർ, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്, സത്യസമേതം പ്രപഞ്ചത്തെ പടച്ചു. വേറൊരു സ്ഥലത്ത് സൂറത്തുൽ അംബിയായിലെ 16-ാമത്തെ ആയത്തിൽ വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ, അങ്ങനെ തന്നെ പറഞ്ഞു. നാം കളിയായിട്ട് പഠിച്ചതല്ല, വിനോദത്തിന് വേണ്ടി പഠിച്ചതല്ല. ലാഇബീൻ എന്ന് പറഞ്ഞാൽ കളിയായിട്ടല്ലേ. വമാ ഖലഖനസ് സമാഅ വൽ അർള, ആകാശഭൂമികളെ നമ്മൾ പഠിച്ചിട്ടില്ല ലാഇബീൻ, കളിയായിട്ട് പഠിച്ചിട്ടില്ല, കാര്യത്തിനാ പഠിച്ചത്. അപ്പൊ ദുന്യാവ് പഠിച്ചതിൽ, പ്രപഞ്ചം പഠിച്ചതിന് ചില ലക്ഷ്യങ്ങൾ അല്ലാഹുവിനുണ്ട്. ഇവിടെ എങ്ങനെ ജീവിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊന്നും പറയണ്ട. അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട്, പ്രതിഫലനങ്ങളുണ്ട്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് വലിയ അത്ഭുതമാണല്ലേ, വലിയ അത്ഭുതമാണ്. പ്രപഞ്ചത്തെക്കുറിച്ച്, ആ സൃഷ്ടിപ്പിനെ കുറിച്ചും അതിന്റെ അത്ഭുതങ്ങളെ കുറിച്ചും ചിന്തിക്കണമെന്ന് അല്ലാഹു തആല നമ്മളോട് നിരന്തരം ആവശ്യപ്പെടുന്ന വിഷയമാണ്. ആ ചിന്തിക്കുക എന്നത് തന്നെ വലിയ കൂലിയുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുക എന്നത് തന്നെ വലിയ കൂലിയുള്ളതാണ്. ഈ ആരാധന എന്ന് പറഞ്ഞാൽ വെറും അവയവങ്ങൾ കൊണ്ട് മാത്രമുള്ളതല്ല ആരാധന. അതൊരു തെറ്റിദ്ധാരണയാണ്. ആരാധന അവയവങ്ങൾ കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട്, ഇബാദത്ത്, ഖൽബ് കൊണ്ട് നമുക്ക് ചിന്തിക്കാം, അത് ഇബാദത്താണ്. തഫക്കുറു സഅത്തിൻ ഖൈറു മിൻ ഖിയാമി ലൈല, 1 മണിക്കൂർ അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുക എന്നത് ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്ന് മഹാന്മാർ. അതുപോലെ തന്നെ രാത്രി അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് 2 റക്അത്ത് ശരിക്കും ആലോചിച്ച് നിസ്കരിക്കുന്നത് രാത്രി മുഴുവൻ ആലോചിക്കാതെ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ്. തങ്ങളും അങ്ങനെയായിരുന്നു.
സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. പരിശുദ്ധ ഖുർആൻ ചിന്തിച്ചാണ് ഓതിയിരുന്നത് നിസ്കാരത്തിനല്ലാത്തപ്പോഴൊക്കെ. സൂറത്ത് ആലി ഇമ്രാനിലെ 190 ആയത്തിറങ്ങിയ സമയത്ത് ആ ആയത്തിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഈ ആയത്ത് ഓതുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാത്ത ആളുകൾക്ക് നാശം. ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ ആയത്തിറങ്ങിയ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി അങ്ങനെ നിന്ന് നിസ്കരിച്ചിട്ട് നേരം വെളുത്ത സമയത്ത് അറിയാതെ അങ്ങനെ നീണ്ടുപോയി നിസ്കാരം. ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ബാങ്ക് കൊടുക്കാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ കരയാണ്. ആ കരച്ചിൽ കണ്ടപ്പോൾ ബിലാൽ അൻവർ ചോദിച്ചു, നബിയെ എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയണത്? നിങ്ങൾക്ക് എല്ലാം അല്ലാഹു പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, അഫലാകുന അബ്ദൻ ശുക്കൂറ, മാത്രമല്ല എനിക്ക് ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ, മാത്രമല്ല ഇന്ന് എനിക്ക് അള്ളാഹു ഒരു ആയത്ത് അവതരിപ്പിച്ചു വന്നിട്ടുണ്ട്. ആ ആയത്ത് ഓതിയിട്ട് ഞാൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക? ഈ ആയത്ത് ആർക്കാണ് ചിന്തിക്കാതെ ഓതിപ്പോകാൻ കഴിയുക? വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. അത് ഓതിയിട്ട് ചിന്തിക്കാതെ പോയ ആളുകൾക്ക് നാശം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നമ്മൾ ഖൽഖുസ് സമാവാതി വൽ അർള്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. പഠിക്കണം, നമ്മൾ സെർച്ച് ചെയ്യണം, നമ്മൾ പഠിക്കണം. എമ്പാടും പഠിച്ച് റബ്ബിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കണം. അത് വലിയൊരു ഇബാദത്താണ് എന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം റബ്ബേ. നിന്നെ അനുസരിച്ച് ജീവിക്കാൻ, പരിപൂർണമായി കേൾക്കുകയും ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആത്മാർത്ഥത നൽകണേ തമ്പുരാൻ. നീയത്ത് നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ തെറ്റുകൾ പൊറുക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് പൊറുക്കണേ തമ്പുരാനെ. ആഖിറത്ത് നന്നാക്കണേ. ആഫിയത്ത് നിലനിർത്തണേ. ജോലി നിലനിർത്തണേ തമ്പുരാനെ. ഞങ്ങളെ വരുമാന മാർഗ്ഗങ്ങൾ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവർക്കും ഖൈർ നൽകണേ തമ്പുരാൻ. ഞങ്ങൾ എല്ലാവരും നിന്റെ സ്വാധീനിച്ചെടുക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر لنا وارحمنا ولوالدنا رب ارحمهما كما ربونا صغارا وللمسلمين والمسلمات. اللهم اغفر وإياهم شر ما قضيت. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.